ഹായ് എവ്രി വൺ വെൽക്കം ടു അവർ ചാനൽ. ഇതെൻ്റെ ഒരു വെരി ഫസ്റ്റ് വീഡിയോ ആണ് ഈ ചാനലിൽ കേട്ടോ. നമ്മൾ മെയിനായിട്ടും ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോസൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്നാണ്. വീഡിയോസ് എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസസും അങ്ങനെയുള്ള പുതിയതായിട്ട് വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു ഹെൽപ്ഫുൾ എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ ആകട്ടെ എന്നോർത്തിട്ട് കേട്ടോ. ഞാനൊരു നേഴ്സാണ്. ഞാൻ നമ്മുടെ നാട്ടിൽ 2004-2008 ബാച്ചിലർ നഴ്സിംഗ് കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ ഇവിടെ ന്യൂസിലാൻഡിൽ വർക്ക് ചെയ്യുന്നു. ന്യൂസിലാൻഡിൽ ഞാനൊരു നഴ്സ് എഡ്യൂക്കേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. ആം, അപ്പം എൻ്റെ ഒരു ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നിന്നാണ് ഞാൻ ഓർക്കുന്നത്. ഇത് ഞാൻ മെയിനായിട്ടും എയിം ചെയ്യുന്നത് നഴ്സിംഗ് അത്ര കണ്ടങ്ങോട്ട് ഇഷ്ടപ്പെടാതെ വീട്ടുകാർ പുഷ് ചെയ്തിട്ട് ഈ ഒരു ഫീൽഡിലോട്ട് വരുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം എൻ്റെ ഒരു സ്റ്റാർട്ട് എന്ന് പറയുമ്പോഴും ഏകദേശം ഇതുപോലെയൊക്കെ തന്നെ ഒരു ആം, ഒരിക്കലും പോകത്തില്ല എന്നൊരു എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു പറയുന്നതിന് കുഴപ്പമില്ല. അത് ഈ പ്രൊഫഷൻ നല്ലതല്ലായിട്ടല്ല. എനിക്ക് ഒരിക്കലും പോകത്തില്ലെന്ന് ഞാൻ വാശി പിടിച്ചുകൊണ്ടിരുന്നൊരു ഫീൽഡാണ് നഴ്സിംഗ്. അതിലാണ് ഇപ്പം ഞാൻ എന്നാ പറയുന്നത് കൂടുതൽ അച്ചീവ് ചെയ്യുന്നത്. അപ്പം എനിക്കത് പറയാം എന്നൊരു ഓർത്തു കേട്ടോ. അപ്പോൾ ഒരു പ്ലസ് വണ്ണൊക്കെ ആകുമ്പം നമ്മൾ ഒരു സാധാരണ ഒരു ഒരു സാഹചര്യത്തിൽ നിന്നാണ് വരുന്നത്. അപ്പം എൻ്റെ അമ്മയാണ് ഏറ്റവും കൂടുതൽ കേട്ടോ നഴ്സിങ്ങിലോട്ട് ഒന്ന് പുഷ് ചെയ്തത്. അപ്പം എല്ലാവരും പറയും നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുന്നത് പുറത്ത് പോയി രക്ഷപ്പെടാം, അതിനുള്ള ഏറ്റവും വലിയൊരു ഇതാണ് നഴ്സിംഗ് എന്നൊക്കെ. അപ്പം ഇപ്പം നമ്മുടെ ആ ഒരു പ്രായത്തിലും നഴ്സിംഗ് എന്ന് പറയുമ്പോൾ ഇതുപോലെ ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഇത്രയും ഒരു വെറൈറ്റിയാണ്, ഇത്രയും പല പല ബ്രാഞ്ചസ് ലൈക്ക് ഇന്ത്യയിൽ അത് ഇത്രയും ഇച്ചിരി ലിമിറ്റഡ് ആയിരിക്കും. പക്ഷെ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ അതിനൊരു ഇതുപോലെ ഒരു ബ്രാഞ്ചുള്ള ഒരു ഏരിയ വേറെ കാണില്ല എന്ന് ഓർക്കാം. അത് നമുക്ക് അന്ന് അന്നേരം അറിയില്ല. അപ്പം ഞാൻ പറയും ഇല്ല, ഞാൻ എന്തായാലും പോകത്തില്ല. എനിക്ക് എന്തേലും എന്താ പറയുന്നത് ഒരു IT അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെയാണ് ഇഷ്ടം. എന്തായാലും ഞാൻ പോകത്തില്ല, എന്നെ നിർബന്ധിക്കുകയോ വേണ്ട അങ്ങനെ. ഈ ഒരു ടോപ്പിക് എടുത്തിടുമ്പോൾ ഞങ്ങൾ അടിയായിരുന്നു. അങ്ങനെ പ്ലസ് ടു ആയി. അന്നേരവും സമ്മതിക്കത്തില്ല. പിന്നെ പ്ലസ് ടു കഴിഞ്ഞു. പിന്നെ നമുക്ക് കൂടുതലൊന്നും പറയാനില്ല. വേറൊരു ഓപ്ഷനില്ല. അങ്ങനെ നഴ്സിങ്ങിൽ ബാംഗ്ലൂർ കൊണ്ടാക്കി കേട്ടോ. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട്, ഭയങ്കര വിഷമമാണ്. നമ്മൾ ആഗ്രഹിക്കാത്തൊരു പ്രൊഫഷനിലോട്ടാണ് പോകുന്നത്. പിന്നെ പഠിത്തമൊക്കെ പിന്നെ ആ ഒരു രീതി പിന്നെ നമ്മൾ മാനസികമായിട്ട് അക്സെപ്റ്റ് ചെയ്തു. ഓക്കെ നഴ്സിംഗ്. അപ്പം വീട്ടിലൊക്കെ അവധിക്കൊക്കെ വരുമ്പോഴത്തേക്ക് എൻ്റെ അപ്പ എന്നോട് ചോദിക്കുമായിരുന്നു, "അല്ല മോളെ, ഈ നഴ്സുമാർക്ക് എന്നാ പ്രഷർ നോക്കും, മരുന്ന് കൊടുക്കും, ടെമ്പറേച്ചർ അല്ല പനിയുണ്ടോ എന്ന് നോക്കും. അതല്ലാതെ നഴ്സുമാർക്ക് എന്നാ വേറെ പണി?" ആ, അപ്പം ഞാൻ ഓർക്കും ശരിയാണല്ലോ. ഇതൊന്നും അല്ല. 4 വർഷം ആകാറായി പഠിച്ചത്. ശരിയാണല്ലോ ചോദിച്ചത്. ഇതല്ലാതെ വേറെ എന്നാ പണി? അപ്പം പിന്നെ മാനസികം. ആ, ഒരു കാര്യമില്ലാത്തൊരു ജോലി വന്ന് 4 വർഷം പഠിച്ച് കയറിയല്ലോ. ഏ, അങ്ങനെ ഒരിത് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ 2 വർഷം ഡൽഹിയിൽ ജോലി ചെയ്തു. അപ്പം ICUലാണ് ആദ്യത്തെ ജോലി കേട്ടോ. അപ്പം നമുക്കൊരു പിന്നെ ഒരു ഇച്ചിരിയൂടെയൊക്കെ ഒരു സ്പെഷ്യാലിറ്റി ആണല്ലോ ഇവിടെ എന്നാ പറയുന്നത് കുറച്ചുകൂടെയൊക്കെ. എനിക്കാണെങ്കിൽ കുറച്ച് ഈ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഇഷ്ടമാണ്. പിന്നെ ഇതിൻ്റെയൊക്കെ ബാക്കിൽ എന്താണ് വൈ, ഓൾവേസ് ആസ്കിങ് ദ ക്വസ്റ്റ്യൻ ഓഫ് വൈ, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. എന്തുകൊണ്ടാണ് ഈ സാധനം ഇങ്ങനെ. അപ്പം സാധാരണ ചിലപ്പോൾ എല്ലാവരും പറഞ്ഞു വാർഡിൽ പോകാണ്ട് ഒരു സ്പെഷ്യാലിറ്റിയിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ അതെനിക്ക് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ ഇഷ്ടപ്പെട്ടു. പണിയുണ്ട്, നല്ല പണിയുണ്ട്. അത് കാര്യം പറഞ്ഞാൽ വലിയ ഇഷ്ടമില്ലായിരുന്നു. അങ്ങനെയല്ല, എന്നാലും സ്റ്റാർട്ടഡ് ടു എൻജോയ്. അത് കഴിഞ്ഞ് 3 വർഷം മാലിയിൽ ജോലി ചെയ്തു. അത് കഴിഞ്ഞാണ് ഇങ്ങനെ നമ്മൾ കല്യാണമൊക്കെ ആയിക്കഴിഞ്ഞാണ് ഓർക്കുന്നത് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് സെറ്റിൽ ആവണമല്ലോ, എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകണം. അപ്പം IELTS എഴുതാം എന്നൊരു. അപ്പോൾ ആദ്യം IELTS എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ OET ഒന്നുമില്ല കേട്ടോ, IELTS ഉള്ളൂ. IELTS എഴുതിയാൽ കിട്ടത്തില്ല എന്നൊരു ഒരു ധാരണയായിരുന്നു എനിക്ക്. ഞാൻ ഇംഗ്ലീഷ് മീഡിയമാണ് പഠിച്ചത്. എന്നാലും എനിക്കൊരു വലിയ കോൺഫിഡൻസ് ഇല്ലായിരുന്നു. പിന്നെ എൻ്റെ ബ്രദർ പറയും, "എടാ നീ ട്രൈ ചെയ്യുക, കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നോക്കാം" എന്ന് പറഞ്ഞ് അങ്ങനെ അവനെ കുറേ മോട്ടിവേറ്റ് ചെയ്ത് IELTS എഴുതി. ആദ്യത്തെ പ്രാവശ്യം എഴുതിയപ്പം
കിട്ടത്തില്ലാന്നോർത്ത റൈറ്റിംഗ്. അപ്പം എൻ്റെ ഹസ്ബൻഡ് ആഫ്രിക്കയിലാണ്. അപ്പോൾ മോൾക്ക് 1 വയസ്സ്. അപ്പോൾ ഞങ്ങള് ആഫ്രിക്കയിൽ കൊണ്ടുപോവാം, അങ്ങോട്ട് പോയേക്കാം എന്നോർത്തിട്ടായിരുന്നു വന്നത്. അപ്പം ഞാൻ പറയും, എനിക്ക് റൈറ്റിംഗ് കിട്ടുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ല. റൈറ്റിംഗ് എങ്ങാനും കിട്ടി, വേറെ ബാക്കി 3 മോഡ്യൂള് പോയാലും ഞാൻ വരത്തില്ല. ഞാൻ എങ്ങനെയേലും എഴുതിയെടുക്കും. ഇനി 3 മോഡ്യൂളും കിട്ടി, റൈറ്റിംഗ് മാത്രമേ കിട്ടിയില്ലെങ്കില് ഉറപ്പായിട്ടും വരും. കാരണം ഞാൻ റൈറ്റിംഗ് എഴുതിയാൽ കിട്ടത്തില്ല എന്ന്. പക്ഷേ എങ്ങനെയോ അന്ന് ആ പ്രാവശ്യം പോയത് എന്നാ പറഞ്ഞെ, കണ്ണടച്ച് കേട്ട് പറഞ്ഞാലും കിട്ടുന്ന ഒരു ടോപ്പിക്ക് ലൈക്ക് ലിസണിംഗ് ആണ് പോയത്. റൈറ്റിംഗ് കിട്ടി. ബാക്കി 3ഉം കിട്ടി. അപ്പോൾ എനിക്ക് ഇതായി. രണ്ടാമത് പിന്നെ പോയി എഴുതി. കിട്ടി. IELTS പാസ്സായി. അങ്ങനെ ഇങ്ങോട്ട് പ്രോസസ്സിംഗ് വെച്ച് ന്യൂസിലാൻഡിലോട്ട് വന്നു. ഇവിടെ വന്നു ബ്രിഡ്ജിംഗ് കോഴ്സ് അന്നേരം ക്യാപ്പ് എന്ന് പറയുന്നൊരു പ്രോഗ്രാമായിരുന്നു. അത് ചെയ്തു. അത് കഴിഞ്ഞ് ഒരു റെസ്റ്റ് ഹോമിലാണ് ആദ്യമായിട്ട് കയറിയത്. അതും കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. നമ്മൾ എങ്ങനെയാണോ നമ്മൾ വന്ന് പഠിച്ച് പോകുന്ന കണ്ട രീതിയിലല്ല റെസ്റ്റ് ഹോം. റെസ്റ്റ് ഹോമിൽ പെർമനൻറ്റ് നൈറ്റാണ് ചെയ്തത്. അപ്പോൾ പിന്നെയും മനസ്സിടിച്ചു. അയ്യോ! ഇവിടെ ശരിയായിരുന്നു ഒന്നുമില്ലെന്നല്ല. മീൻസ് നമ്മൾ ICUയിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്. ഇങ്ങനെ അക്യൂട്ടിലൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. ഇവിടെ വന്നു നൈറ്റ് മാത്രം. പിന്നെ മാനസികമായി. ബാക്കി നമ്മുടെ ഫ്രണ്ട്സൊക്കെ അത്യാവശ്യം ഹോസ്പിറ്റലിലൊക്കെ കയറി. പിന്നെ ഫാമിലി വന്നില്ല. അവരൊരു 10 മാസം കഴിഞ്ഞാണ് വന്നത്. അപ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ പതുക്കെ അവരിതായി. സന്തോഷമായി. പൈസ കിട്ടാൻ തുടങ്ങുമ്പോളേ. പിന്നെ റെസിഡൻസി ആയി. 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് റെസിഡൻസി വെക്കാൻ പോയി. പിന്നെ പതുക്കെ ഞാനും ഓർത്തു, എൻ്റെ ഹസ്ബൻഡാണ് ആദ്യം പറയുന്നത്, നിനക്ക് എന്തുകൊണ്ട് പഠിച്ചുകൂടാ? ലൈക്ക് മാസ്റ്റേഴ്സിൻ്റെ ഇപ്പം എന്തുകൊണ്ട് ചെയ്തുകൂടാ? അപ്പം ഞാൻ ഓർക്കും, അയ്യോ പറ്റത്തില്ല, കൊച്ചിനെ വെച്ച് ഒരിക്കലും പറ്റത്തില്ല. അങ്ങനെ തള്ളി കുറേ പോയി. പിന്നെ നമ്മൾ പബ്ലിക് ഹോസ്പിറ്റലിൽ കയറി. ഇവിടെ പബ്ലിക് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ. അതുപോലെ പബ്ലിക് ഹോസ്പിറ്റലിൽ കയറി. അത് ഞാൻ എങ്ങനെയാണ് കയറുന്നത് എന്നൊക്കെ ഉള്ളത് വേറൊരു വീഡിയോ കേട്ടോ. ഇതിനകത്ത് വേണ്ട, ഇച്ചിരി ലെങ്തിയാണ്. അത് വേറൊരു വീഡിയോ ചെറുതായിട്ടിടാം. അപ്പം അങ്ങനെ കയറി. രണ്ടാമത്തെ കുഞ്ഞുണ്ടായി. അവൾക്ക് 1 വയസ്സായപ്പോൾ ഇത് എപ്പോഴും ഈ കെട്ടിയവൻ്റെ പറച്ചിൽ പഠിക്കാം. അങ്ങനെ പുള്ളിക്ക് ഞാൻ പഠിച്ചിട്ടൊന്നും ചെയ്യാനായിട്ടല്ല, എന്നെ ഒന്ന് പ്രൊമോട്ട് ചെയ്ത് വിടാം എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ ചെയ്യാൻ തുടങ്ങി. മാസ്റ്റേഴ്സ് അല്ല, അത് ഞാൻ എങ്ങനെയാണെന്ന് പറയാം കേട്ടോ. അത് ചെയ്യാൻ തുടങ്ങി. ലൈക്ക് പേപ്പേഴ്സ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു പാർട്ട് ടൈം ആയിട്ടൊരു 4 വർഷം എടുക്കും പാർട്ട് ടൈം ആയിട്ട്. അങ്ങനെ കഴിഞ്ഞ വർഷം ലാസ്റ്റ് ഞാൻ മാസ്റ്റേഴ്സ് ഫിനിഷായി. അങ്ങനെ മാസ്റ്റേഴ്സിൻ്റെ ഒരു പകുതി ആയപ്പോൾ എനിക്കിവിടെ എന്നാ പറയുന്നത്, നമുക്കിവിടെ ഒരു നഴ്സിംഗ്, ഫ്ലോറൽ നഴ്സിംഗ് മാത്രമല്ല ഇവിടെ. അത് ഇവിടെ ഒരു ലൈക്ക് വെറൈറ്റിയാണ്. ഒരു നഴ്സിങ്ങിനകത്ത് ഏതൊക്കെ ഇതുപോലെ എന്നാ പറയുന്നത് ഓപ്പർച്യൂണിറ്റീസ്, ഇതുപോലെ ഓപ്ഷൻസ് ഉള്ളൊരു ജോലിയാണ് നഴ്സിംഗ് എന്ന് എനിക്ക് ഇവിടെ വന്നിട്ടാണ് മനസ്സിലാകുന്നത്. ഇപ്പം ഞാൻ നേഴ്സ് എഡ്യൂക്കേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. ഐ ആം വെരി സാറ്റിസ്ഫൈഡ് സത്യമായിട്ടും. കാരണം എനിക്ക് പഠിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് എൻ്റെ അനിയനായിരുന്നപ്പോൾ അവനെ ഓടിച്ചിട്ട് പഠിപ്പിക്കുമായിരുന്നു. പിന്നെ ഇപ്പം 2 പേരുണ്ട്. അതിനകത്ത് മൂത്തയാളെ ഇപ്പം ഞാൻ ഓടിച്ചിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പഠിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഓർത്ത്, ഓക്കെ, നഴ്സിംഗിൽ പോയി എന്ന് പറഞ്ഞാലും കറങ്ങി തിരിച്ച് എൻ്റെ ഒരു എന്നാ പറയുന്നത്, എനിക്ക് താല്പര്യമുള്ളൊരു ഫീൽഡിലോട്ട് വന്നു. അത് നമുക്ക് ഇവിടെ ഒരു ലൈക്ക് നമുക്കൊരു ഭയങ്കര റെസ്പെക്റ്റ് കിട്ടുന്നൊരു പ്രൊഫഷനാണ് ലൈക്ക് നഴ്സ് എഡ്യൂക്കേറ്റർ എന്നൊക്കെ പറയുന്നത്. അപ്പം ഞാൻ ഇത്രേ പറയാനുള്ളൂ. നിങ്ങൾ പേരൻസ് ഫോഴ്സ് ചെയ്ത് വിട്ടൊരു പ്രൊഫഷനാണെങ്കിലും ഡോണ്ട് വറി, യു ഗോണ ബി ഓക്കെ. കാരണം ഇവഞ്ച്വലി നമ്മൾ ആ ഒരു നമ്മളെന്നെ പറഞ്ഞത്, യു വോണ്ട് ബി ഏബിൾ ടു ഡു ഇറ്റ് ഇൻ 1 or 2 years. മനസ്സിലായോ? അത് സമയമെടുക്കും. ലൈക്ക് ഒരു എന്നാ പറയുന്നത് എക്സ്പീരിയൻസ്, നമ്മുടെ ഒരു അതെല്ലാം ഒന്ന് ബിൽഡപ്പ് ചെയ്യും. അതിനൊരു സമയമെടുക്കും. പക്ഷേ ഇവഞ്ച്വലി ഇറ്റ് വിൽ ബി വൺ ഓഫ് യുവർ ബെസ്റ്റ് ഡിസിഷൻസ്. ഈവൻ ദോ നിങ്ങളുടെ ഡിസിഷൻ അല്ലെങ്കിലും, പേരൻസിൻ്റെ ഡിസിഷൻ ആണെങ്കിലും, ഇറ്റ്സ് ഗോണ ബി വൺ ഓഫ് ദി ബെസ്റ്റ് ഡിസിഷൻസ്. അതും എന്നാ പറയുക, നമ്മളെ നാട്ടിലാണ് നഴ്സിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും അത്ര സാലറി ഇല്ല, അങ്ങനെ സംഭവങ്ങൾ. പക്ഷെ നിങ്ങളൊന്ന് പുറത്ത് പോവുക, അവിടെ ഒരു സെറ്റിലൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് ജോബ്സ്. അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്.